ഇന്ത്യയെയും ചൈനയെയും എങ്ങനെയെങ്കിലും തമ്മിലടിപ്പിക്കുക, ഈ ശ്രമമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. അതായത് പാകിസ്ഥാന് ഈ ഇന്ത്യയെ നേരിടാനുള്ള കഴിവില്ല എന്ന് അമേരിക്ക മനസ്സിലാക്കി കഴിഞ്ഞു. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലടിച്ചാൽ ഇന്ത്യ വളർന്നു വരുന്നൊരു രാജ്യമാണ്, ഒരുപാട് നാൾ ഇന്ത്യയെ പിന്നോട്ടടിക്കാൻ സാധിക്കും സാമ്പത്തികമായും ആയുധപരമായും ഒക്കെ എന്ന് അമേരിക്കയ്ക്ക് അറിയാം. പക്ഷേ പാകിസ്ഥാനെ ഇന്ത്യയുടെ ചെറുവിരലിൽ തൂക്കിയെടുത്ത് കറക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ അമേരിക്ക കണ്ടത്. എന്നാൽ ഇപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിലൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്കാണ് ആത്യന്തികമായിട്ട് ഗുണകരമാകുന്നത്. കാരണം ഇന്ത്യ, ചൈന, റഷ്യ, RIC ട്രോയ്ക്ക എന്ന് പറഞ്ഞ് വലിയ ഒരു ഗ്രൂപ്പ് നാറ്റോയ്ക്കെതിരെയും അമേരിക്കയ്ക്കെതിരെയും വളർന്നു വരുന്നതായിട്ടുള്ള സൂചന അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിനെ വേരോടെ പിഴുതു കളയാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. കുതന്ത്രവും കുതികാൽ വെട്ടുമാണ് എല്ലാ കാലവും അമേരിക്കയ്ക്ക് ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ ആദ്യത്തെ പടിയായി അമേരിക്ക ഇപ്പോൾ പണി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആദ്യം അമേരിക്ക ആക്രമിക്കുന്നത് റഷ്യയാണ്. അതവിടെ നിൽക്കട്ടെ, ഇന്ത്യക്ക് മേൽ താരിഫ് ബോംബ് ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നു, ചൈനയ്ക്ക് മേലും ശ്രമിക്കുന്നു. ഇപ്പോഴിതാ ഇന്ത്യയും ചൈനയും തമ്മിലൊരു യുദ്ധം വരണം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. അതിന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അമേരിക്ക പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്തായാലും അമേരിക്ക ഇപ്പോൾ അവരുടെ പാർലമെൻറ്റിൽ സംയുക്തമായിട്ടൊരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ബില്ല് ഇന്ത്യക്കും ചൈനയ്ക്കുമാണ് ഏറ്റവും പണിയായി വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബില്ല് സെക്ഷനിങ് റഷ്യ ആക്ട് 2025 എന്ന ബില്ലാണ്. സെക്ഷനിങ് റഷ്യ ആക്ട്, അതായത് റഷ്യയെ എങ്ങനെയെങ്കിലും തകർക്കുക, ഇതാണ് ഈ ബില്ലിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന, റഷ്യയിൽ നിന്ന് പ്രധാനമായിട്ടും എണ്ണയും യുറേനിയവും വാങ്ങിക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾക്ക് 500% താരിഫ് ഏർപ്പെടുത്താനാണ് ഈ ബില്ല് പറയുന്നത്. ഇത് അമേരിക്കയിലെ രണ്ട് പാർട്ടികളും സംയുക്തമായി കൊണ്ടുവന്ന ഒരു ബില്ലാണ്. റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന രാജ്യങ്ങൾ ഏതാണ്? പ്രധാനമായും ഇന്ത്യയും ചൈനയുമാണ്. നമ്മുടെ ഊർജ്ജ ഉൽപ്പാദനത്തിൻ്റെ 70% നമ്മൾ റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. യുറേനിയം ആയിക്കൊള്ളട്ടെ, എണ്ണ ആയിക്കൊള്ളട്ടെ, റഷ്യയിൽ നിന്നാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഇത് വലിയ പണിയായി മാറും എന്നാണ് ട്രംപ് വിചാരിക്കുന്നത്. ചൈനയ്ക്കും ഇത് വലിയ പണിയായി മാറും. രണ്ട് രാജ്യങ്ങളും ശ്വാസം മുട്ടും, റഷ്യയെ തകർക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധി എന്ന് പറയുന്നത്. ഇനി ഇത് മറികടന്ന് സാധനങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇന്ത്യ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 500% താരിഫ് ചുമത്തുകയും ചെയ്യാം. ഇതാണ് ട്രംപിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്, RIC ട്രോയ്ക്കയെ തകർക്കുക എന്നുള്ളത്. പക്ഷേ ട്രംപിൻ്റെ അപ്പനായിട്ട് വരും നരേന്ദ്രമോദി എന്നുള്ളതാണ് ഈ കാര്യത്തിൽ. അതായത് കച്ചവടത്തിൻ്റെയും കുതന്ത്രത്തിൻ്റെയും നയതന്ത്രത്തിൻ്റെയും കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമീബിയ 5 രാജ്യങ്ങളിൽ 8 ദിവസം കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയിരുന്നല്ലോ. എന്തിനാണ് പോയത്? നരേന്ദ്രമോദി അവിടെ കപ്പലണ്ടി പറക്കാൻ പോയതല്ല എന്ന് ട്രംപ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രധാനമായിട്ടും പറയാനുള്ളത്, നമീബിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഇന്ത്യ പോയിരുന്നു, അല്ലെങ്കിൽ നരേന്ദ്രമോദി പോയിരുന്നു. ഈ നമീബിയ എന്ന് പറയുന്നത് സൗദി അറേബ്യയെക്കാട്ടിലും വലിയ എണ്ണപ്പാടങ്ങളുള്ള ഒരു രാജ്യമാണ്. ആ എണ്ണപ്പാടങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഇന്ത്യയിലേക്ക് ഒഴുക്കി കൊണ്ടുവരാനാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ തീരുമാനമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിച്ചില്ലെങ്കിലും നമീബിയയുടെ കയ്യിൽ നിന്ന് നമുക്ക് എണ്ണ ലഭിക്കും എന്നുള്ളതാണ്. സൗദി അറേബ്യ അരാംകോ എന്ന് പറയുന്ന പ്ലാന്റ് അമേരിക്കയാണ് നടത്തുന്നത്. അതുപോലെ നമീബിയയിൽ ഇന്ത്യക്കൊരു ലക്ഷ്യമുണ്ട്. നമീബിയയിൽ നിന്ന് യുറേനിയം ഇറക്കുമതി ചെയ്യാനുള്ള കരാർ ഇപ്പോൾ തന്നെ പൂർത്തിയായി എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ കാര്യം സേഫായി, നമ്മളെ ഇത് ബാധിക്കില്ല, നമുക്ക് ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാവില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി റഷ്യയെ നമുക്ക് സഹായിക്കുകയും വേണം. കാരണം ഇന്ത്യയുടെ എല്ലാ കാലത്തും കൂടെ നിന്ന ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കരുത് എന്നൊരു തിട്ടൂരം അമേരിക്ക ഇട്ടാൽ അത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല, നമ്മളത് കൃത്യമായി കേൾക്കാനും പോകുന്നില്ല. അതിന് പല ഉദാഹരണങ്ങളുണ്ട്. കാരണം റഷ്യയും യുക്രൈനും യുദ്ധം തുടങ്ങിയപ്പോൾ നമ്മൾ എണ്ണ വാങ്ങിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക അപ്പോഴും ഒരു തെറ്റൂരി ഇറക്കിയിരുന്നു. നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിച്ച ആ എണ്ണ ഇവിടെ സംസ്കരിച്ച് നമ്മുടെ ഉപയോഗത്തിന് ശേഷം യൂറോപ്പിലേക്ക് മറിച്ച് വിറ്റ രാജ്യമാണ് നമ്മളെന്ന് പറയുന്നത്. അത് പോരാത്തതിന് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് നമ്മളത് ചെയ്തത് രൂപയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം ട്രംപിൻ്റെ ഈ തെട്ടൂരത്തിന് വഴങ്ങില്ല എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. എന്തായാലും ഈ റഷ്യക്കെതിരെ കൊണ്ടുവന്ന ഈ ബില്ല് അത് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് റഷ്യയിൽ നിന്ന് സാധനങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ വാങ്ങാതിരിക്കുക, റഷ്യയുടെ യുദ്ധ ഫണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. ഒരുപാട് കാര്യങ്ങൾ ഈ ബില്ലിൽ പോയിൻ്റായിട്ട് പറയുന്നുണ്ട്. അത് തീരുവയിൽ 500% വർധനമാണ് റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന രാജ്യങ്ങൾക്ക്. പിന്നെ സാമ്പത്തിക ഉപരോധമാണ് റഷ്യയ്ക്കുള്ള. സ്വിഫ്റ്റ് പോലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള റഷ്യൻ ബാങ്കുകൾക്ക് ഉള്ള ഉപരോധം. നിക്ഷേപ നിരോധനമാണ്, റഷ്യയിൽ നിക്ഷേപിക്കാൻ പാടില്ല. യുറേനിയം ഇറക്കുമതി റഷ്യയിൽ നിന്ന് ഇറക്കുന്നത് നിരോധിക്കുക. ആസ്തി മരവിപ്പിക്കലും വിസ നിരോധനവും ഒക്കെയാണ് പറയുന്നത്. റഷ്യൻ ഉദ്യോഗസ്ഥർ, സൈനിക നേതാക്കൾ, യുദ്ധശ്രമങ്ങളെ പിന്തുണയ്ക്കുന്ന വ്യക്തികൾ എന്നിവരുടെ മേലുള്ള ആസ്തി മരവിപ്പിക്കലാണ് ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നാലും ഇന്ത്യയെ ഇത് ബാധിക്കില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.